പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 7-ാം തീയതിയിൽ നടക്കുന്ന മഹാസൂര്യഗ്രഹണം കുറച്ച് നക്ഷത്രജാതകർക്ക് സഹായമാകുകയാണ്. ഇവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ ഇനി സൂര്യഭഗവാന്റെ കൃപ കൂടി ഇവർക്ക് ലഭിക്കും. നഷ്ടപ്പെട്ടു പോയ പല സാഹചര്യങ്ങളും ഇവർക്ക് തിരികെ ലഭിക്കുന്നതിനും ഭാഗ്യത്തിൻ്റെ നെറുകയിൽ എത്തുന്നതിനും വഴിയൊരുക്കുകയാണ് ഏപ്രിൽ 7-ാം തീയതിയിലെ മഹാസൂര്യഗ്രഹണം. സൂര്യഗ്രഹണത്തിന് ശേഷം ഈ നക്ഷത്രജാതകരെ കാത്തിരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്നും അതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ അത്തം നക്ഷത്രജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. ഈ മഹാസൂര്യഗ്രഹണത്തിന് ശേഷം സൂര്യൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് പലവിധ ആപത്ത് ഘട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകുന്നത് നേരിട്ട് കാണാൻ അത്തം നക്ഷത്രജാതകർക്ക് വരും ദിവസങ്ങളിൽ സാധിക്കും. മുഖത്ത് സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യം കൂടിയാണ്. ഇവർ നനച്ചിരിക്കാത്ത നേരത്ത് ചില പാരിതോഷികങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എഴുത്തുകാർക്കും കലാകാരന്മാർക്കുമൊക്കെ സാഹചര്യം വളരെ അനുകൂലമായിട്ട് ഭവിക്കും. വരും ദിവസങ്ങളിൽ സുഖശയനം ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ധനാഗമങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ചില സമയങ്ങളിൽ ധനസംബന്ധിയായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകാനും സാധ്യതകൾ കൂടുതലാണ്. ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളും ഇവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. വാക്കുദോഷം മൂലമുള്ള പല അനർത്ഥങ്ങളും അതിജീവിക്കും. കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അപമാനം ഏൽക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യത്തിൽ നിന്നും ബുദ്ധിപൂർവം മാറി നിൽക്കാൻ സാധിക്കും. ഭക്ഷണം പ്രതീക്ഷിക്കുന്ന സമയത്ത് മൃഷ്ടാന്ന ഭോജനം ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. വിഷാംശം ഏൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പുറത്തുനിന്നുള്ള ആഹാരപാനീയങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. ഇനി വരും ദിവസങ്ങളിൽ വിവാഹ തടസ്സം മൂലം ബുദ്ധിമുട്ടിയവർക്ക് നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കഫക്കെട്ട് മൂലമുള്ള തലവേദന, മുടികൊഴിച്ചിൽ, ത്വക്കുബന്ധിയായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും. പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ആത്മവിശ്വാസം നിലനിർത്തി മുന്നേറാൻ ഇവർക്ക് സാധിക്കും. നാൽക്കാലി വളർത്തുന്നവർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല സമയമാണ്. ഭൂമി ഇടപാടുകൾക്ക് മങ്ങലേൽക്കാതെ ശ്രദ്ധിക്കണം. പണം കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ സൂക്ഷിക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത്. അവർ വരവ് ചിലവ് കണക്കുകൾ പ്രത്യേകം സൂക്ഷിക്കണം. ദോഷശാന്തിക്കായിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി വിശാഖം നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. സന്താനങ്ങളെ കൊണ്ട് ഏറ്റവും അനുഗ്രഹം ഉണ്ടാകുന്ന ദിവസങ്ങളാണ് മഹാസൂര്യഗ്രഹണത്തിന് ശേഷം വരുന്നത്. സന്താനങ്ങളുടെ വിവാഹങ്ങൾ നടക്കാനും കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾക്കും സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നവർക്ക് അതിൽ നിന്ന് കുറച്ച് മാറ്റം കൂടി ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾക്ക് സമയം അനുകൂലമാണ്. ധനലാഭങ്ങൾ ഒരുപാട് ഇവർക്ക് ലഭിക്കും. ധനകാര്യങ്ങളിലെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. വിവാഹ ആലോചനകൾക്ക് മറ്റുള്ളവരുടെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. നിശ്ചയിച്ച വിവാഹങ്ങൾ നടക്കാൻ ഒരു തടസ്സവും ഇല്ല. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടാനും സാധ്യതയുണ്ട്. ഈ നക്ഷത്രജാതകർ എപ്പോഴും ആത്മസംയമനം പാലിക്കണം. കലഹവാസന മാറിക്കിട്ടും. തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ നീങ്ങും. അഗ്നി, യന്ത്രങ്ങൾ, രാസവസ്തുക്കൾ ഇവ കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കണം. പോലീസ് കേസുകളിൽ അകപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. കാര്യതടസ്സങ്ങൾ മാറും. മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള കലഹത്തിന് ശമനം കണ്ടു തുടങ്ങും. ശരീരത്തിൽ നീർക്കെട്ട്, പനി, ഉദരബന്ധിയായ അസുഖങ്ങൾ,
രക്തസമ്മർദ്ദം ഇവ ശ്രദ്ധിക്കണം. കാലം തീരെ മോശമാണെന്നും കരുതിയിരിക്കണം. ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം, ഗണപതിക്ക് അപ്പം നിവേദ്യം ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ നക്ഷത്ര ജാതകർക്ക് വിജയസാധ്യതകൾ വരും ദിവസങ്ങളിൽ വളരെ കൂടുതൽ തന്നെയാണ്. ഇനി അനിഴം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. യാത്രാക്ലേശങ്ങൾ ഇവരെ വിട്ടൊഴിയും. ഇനി തൊഴിൽ രംഗത്ത് കുറച്ച് നാളത്തേക്ക് യാത്രാ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാകില്ല. മുഖത്ത് സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യമായിരിക്കും. പലവിധ രോഗാരിഷ്ടതകൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഈ മഹാസൂര്യഗ്രഹണത്തിന് ശേഷം ആരോഗ്യം വീണ്ടെടുക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. പല പ്രകാരത്തിൽ സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ ഇവർക്ക് അവസരം ലഭിക്കും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. ചെറിയ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉണ്ടാകുമെങ്കിലും ഒന്നും അനുഭവിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയവർക്ക് ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല. ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. മനോദുഃഖം കുറഞ്ഞു തുടങ്ങും. ഭാര്യ ഭർത്താക്കന്മാർ വേറിട്ട് താമസിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റവും കാണും. സഹായികളോടും സഹോദരങ്ങളോടും കലഹം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാനാകും. അടുക്കളയിൽ അഗ്നിബാധ മൂലം കുറച്ച് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. സഹപ്രവർത്തകർ തമ്മിൽ തർക്കങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. ഒരു കാര്യത്തിലും ജാമ്യം നിൽക്കാതിരിക്കുക. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇവർ ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പൂരാടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ധനലാഭങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് അത് സൂക്ഷിക്കാനും ഇവർക്ക് സാധിക്കും. വരും ദിവസങ്ങളിൽ ശത്രുക്കളുടെ ശക്തി കുറയും. വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാകും. വ്രണങ്ങൾ, ത്വക്കുരോഗം, വായുബന്ധിയായ അസുഖങ്ങൾ ഇവ മാറിത്തുടങ്ങും. മനസ്സ് എപ്പോഴും സന്തോഷമായിരിക്കും. അപമാന സാധ്യതകളെ അതിജീവിക്കും. അപവാദങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. വീട്ടിലെ കലഹ സാഹചര്യങ്ങൾ കുറഞ്ഞു തുടങ്ങും. നാൽക്കാലികളെ വാങ്ങാനും മറിച്ച് വിൽക്കാനും നല്ല സമയമാണ്. മക്കളെ കൊണ്ട് സമാധാനപരമായിട്ടുള്ള ചില അന്തരീക്ഷങ്ങളും കുടുംബത്തിൽ സംജാതമാകും. പുതിയ വീട് വെക്കുന്നതിനും വാങ്ങുന്നതിനും പറ്റിയ സമയമാണ്. സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ നിമിത്തം കുടുംബത്തിൽ കുറച്ച് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പൊതുപ്രവർത്തകർക്ക് അംഗീകാരം ലഭിക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അവരുടെ സഹായ സഹകരണങ്ങൾ എപ്പോഴും ലഭിക്കും. സ്നേഹിതരോട് കലഹിക്കാതെ ശ്രദ്ധിക്കണം. പൊതുവായ കാര്യങ്ങളിൽ ഈ സമയത്ത് അഭിപ്രായം പറയരുത്. ജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. പണം നിമിത്തം കലഹങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്കായിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി തിരുവോണം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പല മേഖലകളിൽ നിന്നും ധനാഗമങ്ങൾ ഉണ്ടാകുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ചിലവുകളും അതനുസരിച്ച് നിയന്ത്രണ വിധേയമായി തന്നെ മുന്നോട്ടു പോകും. ശരീരത്തിൻ്റെ ക്ഷീണവും ശക്തിക്കുറവും മാറിക്കിട്ടും. ധനത്തെ സംബന്ധിച്ചിട്ടുള്ള കലഹങ്ങളും മാറിക്കിട്ടും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. കലഹങ്ങൾ പോലീസ് കേസാകാതെ ശ്രദ്ധിക്കണം. നേതൃരോഗം, ഉദരരോഗം, ഗുഹ്യരോഗങ്ങൾ, അർശോരോഗം, ഗർഭാശയബന്ധിയായ രോഗങ്ങൾ ഇവ കൂടി ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇവർ ദോഷപരിഹാരത്തിന് വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്രപുഷ്പാഞ്ജലി കഴിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഉത്രട്ടാതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ മേഖലകളിൽ ഒരുപാട് അലച്ചിലും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചവർക്ക് ഇനി അതിനൊരു മാറ്റം കാണും. കാര്യതടസ്സങ്ങൾ അതിജീവിക്കും. ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. വീട് വെക്കുന്നതിൻ്റെ പ്ലാനുകൾ മാറ്റേണ്ടതായിട്ട് വരും. ബന്ധുജനങ്ങൾക്കുള്ള ആപത്തുകൾ മാറിക്കിട്ടും. മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. ബന്ധുജനങ്ങളുടെ സഹകരണം എപ്പോഴും ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്ന് സ്നേഹവും ആദരവും ലഭിക്കുന്നത് മാതാപിതാക്കൾക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇനി വരുന്നത്. പലവിധ രോഗാരിഷ്ടതകളാൽ മനസ്സിന് അസ്വസ്ഥത അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം. കർമ്മമേഖല ഇനി അഭിവൃദ്ധിപ്പെടുന്ന ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സഹായികളെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. ഓമനിച്ച് വളർത്തുന്ന
പക്ഷിമൃഗാദികൾ നഷ്ടപ്പെടാനും സാധ്യതകൾ കൂടുതലാണ്. ഇവർ ദോഷശാന്തിക്കായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വനദുർഗാ മന്ത്രപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.